റജബിന്റെ അവസാന 27ാമത്തെ പകലാണ്. ഇത് അവസാന നോമ്പാണെങ്കിലും നമുക്ക് റമളാൻ വരെ നമ്മൾ ആരുണ്ടെന്ന് ഇങ്ങനെ കണ്ടു. ഷഅബാൻ 15-ന് നോമ്പെടുക്കാൻ നമ്മൾ ആരുണ്ടെന്ന് ഇങ്ങനെ കണ്ടു. അതുകൊണ്ട് പ്രിയമുള്ള ഉമ്മ, ഇന്നത്തെ പകലിൽ, ഇന്നത്തെ രാത്രിയിൽ, ഇന്നത്തെ നോമ്പുകാരായിരിക്കെ തന്നെ ഒരു 100 വട്ടം ഈ ആയത്ത് നോദിക്കെ. ഒരു 100 വട്ടം ഒരു ആയത്ത് ഓതിയിട്ട് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആരക്ക് അള്ളാഹ് സ്വീകരിക്കും. ചിലപ്പോൾ ഇതുകൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോയാലോ, ഇതുകൊണ്ട് അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിച്ചാലോ, ഇതുകൊണ്ട് നമ്മുടെ പ്രയാസ പ്രതിസന്ധികൾ അള്ളാഹു മാറ്റി തന്നാലോ അതൊരു പിടിവള്ളിയായി കാണണം. ഖുർആനാണ് അവലംബം. അത് മാത്രമല്ല, ഈ തൗബ എന്ന് പറഞ്ഞാൽ സൂറത്തു തൗബ പശ്ചാത്താപമാണ്. നമ്മുടെ ഈ ആയത്ത് ഓതുന്ന മഹത്വം കൊണ്ട് അള്ളാഹു നമ്മുടെ തൗബയെ സ്വീകരിച്ചാലോ, ഈ റജബിൽ അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തിയാലോ അത് വലിയ തൗഫീഖാണ്. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയമുള്ളവരെ, ഈ ആയത്ത് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ എന്തായാലും 100 വട്ടം ഓതി, നാളെ മുതൽ എല്ലാ വഖത്തിനും ഒരു എന്താ പറയുക, ഒരു 10 തവണ ഓതി, അല്ലെങ്കിൽ ഒരു 25 തവണ ഓതി, ഒരു ഏറ്റവും കുറഞ്ഞ 101 തവണ ഒരു പതിവാക്കുന്ന ശീലം ഉണ്ടാവും. ഇതൊക്കെ ഏതാണ് ആയത്ത്? എന്റെ പ്രിയ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ് ആയത്ത്? സൂറത്തു തൗബ. സൂറത്തു തൗബയുടെ അവസാന 2 ആയത്ത്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം.